കുറച്ച് ദിവസമായിട്ട് ഞാൻ ഭയങ്കര കരച്ചിലാ. ചില സമയത്ത് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും, ചില സമയത്ത് എന്തിനാ കരയുന്നേന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. അതെ, ആദ്യം നീ ടെൻഷൻ അടിക്കുന്ന നിർത്ത്. ഇതൊന്നും നിന്റെ തെറ്റല്ല. ഇതുപോലെ തന്നെ കുറെ വുമൻസ് ഇതേ സെയിം ഫീലിങ്സിലൂടെ കടന്നു പോകുന്നുണ്ട്, എക്സ്പെഷ്യലി ദോസ് വിത്ത് ഹോർമോണൽ ഇംബാലൻസ്. അപ്പൊ ഇതൊക്കെ നമ്മളെ ഹോർമോൺസിന്റെ കളിയാണെന്ന് നമുക്ക് ചുരുക്കത്തിൽ പറയാം. അപ്പൊ നീ പറഞ്ഞു വരുന്നത് ഈ ഹോർമോൺസ് ആണ് നമ്മളെ കൊണ്ട് ഇങ്ങനെ കരയിപ്പിക്കുന്നതെന്നോ? അതെ, നമ്മുടെ ഹോർമോൺസ് പീരീഡ്സ് മാത്രമല്ല കൺട്രോൾ ചെയ്യുന്നത്, നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ മൂഡ്, നമ്മുടെ സ്ട്രെസ് റെസ്പോൺസ്, ഇതൊക്കെ നമ്മളെ മേലിൽ കൺട്രോൾ വരുത്തിക്കുന്നത് നമ്മുടെ ഹോർമോൺസ് ആണ്. ബട്ട് എങ്ങനെയാ ഹോർമോൺസിനെ കൊണ്ട് നമ്മുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്? അതായത് ഹോർമോൺസ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിലെ കെമിക്കൽ മെസ്സഞ്ചേഴ്സ് ആണ്. ഇവരാണ് ബ്രെയിനിലേക്കൊക്കെ സിഗ്നൽസ് അയക്കുന്നത്, എക്സ്പെഷ്യലി ടു ദ പാർട്ട് വിച്ച് കൺട്രോൾസ് മൂഡ്. അപ്പൊ ഈ ഹോർമോൺസ് ഇംബാലൻസ്ഡ് ആകുമ്പോൾ നമുക്ക് സാധാരണ ഉണ്ടാവുന്ന ഫീലിങ്സിനെയും കാട്ടി അത് കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് കാണിക്കാൻ തുടങ്ങും. That explains why some days feels emotionally heavy. എക്സാക്ട്ലി. അതായത് ഒരിക്കലും നമ്മൾ ഇമോഷൻസ് കാണിക്കുന്നത് നമ്മളെ വീക്ക്നെസ് അല്ല, അത് നമ്മുടെ ഹോർമോണൽ ഇംബാലൻസ് ആണ്. So which hormones actually affect emotions? നമ്മുടെ ബോഡിയിൽ ഒരുപാട് ഹോർമോൺസ് ഉണ്ട് നമ്മളെ മൂഡ്സ് കൺട്രോൾ ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഈസ്ട്രജൻ. ഈസ്ട്രജൻ എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഇമോഷണൽ സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യലാണ്. ഈ ഈസ്ട്രജൻ ഡ്രോപ്പ് ആവുന്ന സമയത്താണ് നമുക്ക് കൂടുതൽ സാഡ്നെസ്, അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് ഇറിറ്റബിൾ ആവുക, ഇമോഷൻസ് തീരെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു സ്റ്റേറ്റിലേക്ക് നമ്മൾ മാറാം. That sounds familiar. സെക്കൻഡ് വൺ പ്രൊജസ്ട്രോൺ. ഈ സാധനത്തിന് നമ്മുടെ ബ്രെയിനിൽ ഒരു കാമിങ് എഫക്ട് കൊണ്ടുവരുത്തിക്കാൻ പറ്റും. പക്ഷേ ഇത് ഡ്രോപ്പ് ആവുന്ന സമയത്താണ് നമുക്ക് ആൻസൈറ്റി, മൂഡ് സ്വിങ്സ്, അതുപോലെ തന്നെ ഫീലിങ്സ് ഓവർവെൽമഡ് ആയിട്ട് വരുന്നത്. So when the hormones are low, emotions increases. യെസ്, എക്സാക്ട്ലി. മൂന്നാമത്തെ ആള് കോർട്ടിസോൾ. ഇതാണ് നമ്മുടെ സ്ട്രെസ് ഹോർമോൺ. സ്ട്രെസ് ഹോർമോൺ എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഈ സാധനം കൂടുമ്പോഴാണ് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഫോർ എക്സാമ്പിൾ ആൻസൈറ്റി, ഓവർ തിങ്കിങ്, ഇമോഷണൽ സെൻസിറ്റിവിറ്റി. That explains why stress make everything worse. ഫോർത്ത് വൺ എല്ലാവർക്കും പരിചയമുള്ള ഒരാളാണ് ഇൻസുലിൻ. ഇത് PCOS ഉള്ള ഒരാൾക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. സോ ഇൻസുലിൻ റെസിസ്റ്റൻസ് വരുമ്പോൾ ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാവുകയും അത് ഇൻഡയറക്ട്ലി നമ്മുടെ മൂഡിനെ എഫക്ട് ചെയ്യുകയും ചെയ്യും. Does this happen more in women with PCOS? Yes, many women with PCOS experience emotional changes because PCOS affect multiple hormones at the same time. Hormonal imbalance in PCOS can lead to feeling low, anxiety, crying easily, emotional sensitivity, and mood swings. So it's not just in the mind, it's actually happening inside our body. ഇത് കംപ്ലീറ്റ്ലി ഒരിക്കലും നമ്മൾ ഇമോഷൻസ് കൊണ്ട് മാത്രം വരുന്നതല്ല, ഇത് നമ്മുടെ ബയോളജിക്കൽ റെസ്പോൺസ് ആണ്. What should someone do if they feel emotional all the time? ഇനി ഹോർമോണൽ ഇംബാലൻസിനെ എങ്ങനെയാണ് നമുക്ക് മാനേജ് ചെയ്യേണ്ടതെന്നുള്ളത് പറഞ്ഞുതരാം. ഗെറ്റിംഗ് ഇനഫ് സ്ലീപ്പ്, ഈറ്റിംഗ് ബാലൻസ്ഡ് മീൽ, റെഗുലർ ഫിസിക്കൽ ആക്ടിവിറ്റി, മാനേജിംഗ് ഡെയിലി സ്ട്രെസ്, സീക്കിംഗ് മെഡിക്കൽ ഹെൽപ്പ് വെനെവർ വി നീഡ്. ഇതിൽ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് അറിയാം, എക്സ്പെഷ്യലി ഹോസ്റ്റലേഴ്സ് അല്ലെങ്കിൽ പഠിക്കുന്നവർ എന്നൊക്കെ നമുക്ക് മെൻഷൻ ചെയ്ത് പറയാം. ബട്ട് ട്രൈ ടു മേക്ക് സം ഡിഫറൻസ്. ആ കുഞ്ഞു കുഞ്ഞു ഡിഫറൻസ് തന്നെ നമുക്ക് വലിയ വലിയ ചേഞ്ചസ് വരുത്തിക്കാൻ പറ്റും. Emotion should not be ignored. ഡെഫിനറ്റ്ലി നോട്ട്. ഇമോഷൻ ചേഞ്ചസ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ ബോഡി നമുക്ക് തരുന്ന സിഗ്നൽ ആണ്, നമ്മുടെ ബോഡിയെ കുറച്ചും കൂടി കെയർ ചെയ്യാൻ വേണ്ടി. Crying easily doesn't mean weakness. എക്സാക്ട്ലി. സംടൈംസ് ഹോർമോണൽ ഇംബാലൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ബോഡിക്ക് നമ്മൾ കുറച്ചും കൂടി അറ്റൻഷൻ കൊടുക്കുക. സോ ഇതുപോലത്തുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഇൻസ്റ്റയിൽ ഫോളോ അടിച്ചേക്കാനും മറക്കണ്ട.